ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ ബാക്കി ഇന്ത്യൻ ദേശീയ ചിഹ്നങ്ങളിൽ ബാക്കി വരുന്ന ദേശീയ ചിഹ്നങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ദേശീയ മുദ്ര. ദേശീയ മുദ്ര, ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ മുദ്ര ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ദേശീയ മുദ്ര ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന. അടുത്ത പോയിന്റ്, ഒരു താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠവും അതിനു മുകളിലായി പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളും ചേർന്നതാണ് ദേശീയ മുദ്ര. ഒന്നുകൊണ്ട് വായിക്കാം. ഒരു താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠവും അതിനു മുകളിലായി പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളും ചേർന്നതാണ് ദേശീയ മുദ്ര. കൂടാതെ ധർമ്മപീഠത്തിന് മധ്യത്തിലായി ധർമ്മചക്രവും ഇരുവശത്തും ഓരോ കുതിരയെയും കാളയെയും കാണാം. പിന്നെ ധർമ്മപീഠത്തിന് കാണാനാകാത്ത മറുവശത്ത് ഒരു ആനയുമുണ്ട്. അപ്പോൾ സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളെ ദേശീയ മുദ്രയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെവിടേക്കാണെന്നാണ്? ഒരു താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠവും അതിന് മുകളിലായി പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളും ചേർന്നതാണ് ദേശീയ മുദ്ര. ധർമ്മപീഠത്തിന് മധ്യത്തിലായി ധർമ്മചക്രവും ഇരുവശത്തും ഓരോ കുതിരയെയും കാളയെയും കാണാം. കൂടാതെ ധർമ്മപീഠത്തിൻ്റെ കാണാനാകാത്ത മറുവശത്ത് ഒരു ആനയുമുണ്ട്. അടുത്ത പോയിന്റ്, ദേശീയ മുദ്രയുടെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. ദേവനാഗരി ലിപിയിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. ദേശീയ മുദ്രയുടെ താഴെ സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ദേവനാഗരി ലിപിയിലാണ് ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനനാഥ് ഭാർഗവയാണ്. ഒന്നുകൂടെ വായിക്കാം. ദേശീയ മുദ്രയെക്കുറിച്ചാണ്. ദേശീയ മുദ്ര എന്താണ്? ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ദേശീയ മുദ്ര ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ദേശീയ മുദ്രയായ സിംഹമുദ്ര ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹം, കാള, കുതിര, ആന. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ആരൊക്കെയാണ്? സിംഹം, കാള, കുതിര, ആന. 4 മൃഗങ്ങളെയാണ് കാണുന്നത്. സിംഹം, കാള, കുതിര, ആന. അവ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാം. ഒരു താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠവും അതിനു മുകളിലായി പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളും ചേർന്നതാണ് ദേശീയ മുദ്ര. കൂടാതെ ധർമ്മപീഠത്തിന് മധ്യത്തിലായി ധർമ്മചക്രവും ഇരുവശത്തും ഓരോ കുതിരയെയും കാളയെയും കാണാം. ധർമ്മപീഠത്തിൻ്റെ കാണാനാകാത്ത മറുവശത്ത് ഒരു ആനയുമുണ്ട്. ഒരു താമരയിൽ ഇരിക്കുന്ന ധർമ്മപീഠവും അതിന് മുകളിലായിട്ട് പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്ന 4 സിംഹങ്ങളും ചേർന്നതാണ് ദേശീയ മുദ്ര. അടുത്ത പോയിന്റ്, ധർമ്മപീഠത്തിന് മധ്യത്തിലായ ധർമ്മചക്രവും ഇരുവശത്തും ഓരോ കുതിരയെയും കാളയെയും കാണാം. കൂടാതെ ധർമ്മപീഠത്തിന് കാണാനാകാത്ത മറുവശത്ത് ഒരു ആനയുമുണ്ട്. അടുത്ത പോയിന്റ്, ദേശീയ മുദ്രയുടെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. ഇത് ദേവനാഗരി ലിപിയിലാണ് ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത്. ദേശീയ മുദ്രയുടെ താഴെ ആലേഖനം ചെയ്തിരിക്കുന്നത് സത്യമേവ ജയതേ എന്നാണ്. ദേവനാഗരി ലിപിയിലാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. അടുത്ത പോയിന്റാണ് ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ഇത് ശകവർഷ കലണ്ടർ. ശകവർഷം ആരംഭിക്കുന്നത് AD 78-ലാണ്. ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രമാണ്. ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ഏതാണ്? ചൈത്രമാണ്. അവസാന മാസം ഫാൽഗുണമാണ്. ദേശീയ കലണ്ടറിലെ അവസാന മാസം ഏതാണ്? ഫാൽഗുണം. ആദ്യ മാസം ചൈത്രം. അടുത്ത പോയിന്റ്, മേഘനാഥ സാഹ ചെയർമാനായ കലണ്ടർ പരിഷ്കരണ കമ്മിറ്റി 1957 മാർച്ച് 22-ന് ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചു.
അപ്പോൾ എന്നാണ് ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്? 1957 മാർച്ച് 22-നാണ്. ആരായിരുന്നു അതിൻ്റെ ചെയർമാൻ? മേഘനാഥ സാഹ ചെയർമാനായ കലണ്ടർ പരിഷ്കരണ കമ്മിറ്റി 1957 മാർച്ച് 22-ന് ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചു. ഒന്നുകൂടെ നോക്കാം. ദേശീയ കലണ്ടർ, നമ്മുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. അത് ശകവർഷം ആരംഭിക്കുന്നത് AD 78-ലാണ്. ദേശീയ കലണ്ടറിലെ ആദ്യ മാസം ചൈത്രമാണ്, അവസാന മാസം ഫാൽഗുണമാണ്. മേഘനാഥ സാഹ ചെയർമാനായ ചെയർമാനായ കലണ്ടർ പരിഷ്കരണ കമ്മിറ്റിയാണ് 1957 മാർച്ച് 22-നാണ് ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്. അടുത്തത് ദേശീയ പ്രതിജ്ഞയാണ്. നമ്മുടെ ദേശീയ പ്രതിജ്ഞ ഏതാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ. ഇത് എഴുതിയതാരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത്. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ്. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. ഇത് രചിക്കപ്പെട്ട ഭാഷ തെലുങ്കാണ്. നമ്മുടെ ദേശീയ പ്രതിജ്ഞ രചിക്കപ്പെട്ട ഭാഷ തെലുങ്കാണ്. പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആന്ധ്ര സ്വദേശിയാണ് ഇത് എഴുതിയത്. അടുത്ത പോയിന്റ്, ദേശീയ പ്രതിജ്ഞയെ അംഗീകരിച്ചത് 1965 ജനുവരി 26-നാണ്. ദേശീയ പ്രതിജ്ഞയെ അംഗീകരിച്ചത് 1965 ജനുവരി 26-നാണ്. അടുത്ത പോയിന്റ്, ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ചൊല്ലി തുടങ്ങിയത് എന്നാണ്? 1965 ജനുവരി 26-ന് തന്നെയാണ്. ദേശീയ പ്രതിജ്ഞയെ അംഗീകരിച്ചതും എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയതും 1965 ജനുവരി 26-ന് തന്നെയാണ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ. ഇത് എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ്. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. ഇത് രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? തെലുങ്കാണ്. ഇത് രചിക്കപ്പെട്ട ഭാഷ തെലുങ്കാണ്. അടുത്തത്, ദേശീയ പ്രതിജ്ഞയെ അംഗീകരിച്ചത് 1965 ജനുവരി 26-നാണ്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളും ചൊല്ലിയതും 1965 ജനുവരി 26-നാണ്. അടുത്ത പോയിന്റ്, ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് 1963-ലാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ് ആണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത് 1963-ലാണ്. അപ്പോൾ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് 1963-ലാണ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. അപ്പോൾ അടുത്തത് ദേശീയ പുഷ്പമാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിലംബോ ന്യൂസിഫെറയാണ് താമരയുടെ ശാസ്ത്രീയ നാമം. അടുത്തത്, താമര ദേശീയ പുഷ്പമായ മറ്റു രാജ്യങ്ങളാണ് വിയറ്റ്നാമും ഈജിപ്തും. താമര ദേശീയ പുഷ്പമായ മറ്റ് രാജ്യങ്ങളാണ് ഇതൊക്കെ? വിയറ്റ്നാമും ഈജിപ്തും. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. താമരയുടെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫെറ. താമരയുടെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫെറ. താമര ദേശീയ പുഷ്പമായ മറ്റ് രാജ്യങ്ങളാണ് വിയറ്റ്നാമും ഈജിപ്തും. വിയറ്റ്നാമും ഈജിപ്തുമാണ് താമര ദേശീയ പുഷ്പമായ മറ്റ് രാജ്യങ്ങൾ. അടുത്തത് ദേശീയ വൃക്ഷമാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ പേരാൽ അരയാൽ എന്നൊക്കെ തരും, അപ്പോൾ അതിൽ മാറരുത്. പേരാലാണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. പേരാലിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ് ആണ്. അടുത്തത് ദേശീയ മൃഗമാണ്. ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ കടുവ. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തര ടൈഗ്രിസ്. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രിസ്. കടുവയ്ക്ക് മുമ്പ് സിംഹത്തിനായിരുന്നു ഈ പദവി ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം ആദ്യം സിംഹമായിരുന്നു, പിന്നീടാണ് കടുവയായി നമ്മുടെ ദേശീയ മൃഗമായിട്ട് മാറിയത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡ് 1972 കടുവയ്ക്ക് ദേശീയ മൃഗം എന്ന പദവി നൽകിയത്.
അപ്പോൾ 1972 വരെ ആരായിരുന്നു? സിംഹമായിരുന്നു. 72 ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡാണ് 72 കടുവയ്ക്ക് ദേശീയ മൃഗം എന്ന പദവി നൽകിയത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടുവ കാണുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടുവ കാണുന്ന രാജ്യം ഇന്ത്യയിലാണ്. അടുത്ത പോയിന്റ്, കടുവകളെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 1973 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ. ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. കടുവകളെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 1973 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ. ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഒന്നുകൂടെ നോക്കാം. ദേശീയ മൃഗം, ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? റോയൽ ബംഗാൾ കടുവയാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തറ ടൈഗ്രിസ് ആണ്. കടുവയ്ക്ക് മുമ്പ് 1972 വരെ സിംഹത്തിനായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന പദവി ഉണ്ടായിരുന്നത്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡാണ് 1972 കടുവയ്ക്ക് ദേശീയ മൃഗം എന്ന പദവി നൽകിയത്. ആരാണ് നൽകിയത്? ഇന്ത്യൻ വൈൽഡ് ലൈഫ് ബോർഡാണ്. എന്നാണ് നൽകിയത്? 1972 എന്ത്? കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശാണ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടുവ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടുവ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത പോയിന്റ്, കടുവകളെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 1973 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രൊജക്റ്റ് ടൈഗർ. ആ സമയത്ത് പ്രധാനമന്ത്രിയാണ് ആര്? ഇന്ദിരാഗാന്ധി. അടുത്ത പോയിന്റ്, ദേശീയ ഫലമാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഇന്ത്യയുടെ ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. അടുത്തത്, മാമ്പഴത്തിൻ്റെ ജന്മദേശം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. മാമ്പഴത്തിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. അടുത്തത്, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. പഴങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റീനാണ്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴവുമാണ്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റീനാണ്. ഒന്നുകൂടെ വായിക്കാം. ദേശീയഫലം, ഇന്ത്യയുടെ ദേശീയഫലമാണ് ഇത്? മാങ്ങ. മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. അടുത്തത്, മാമ്പഴത്തിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. അടുത്ത പോയിന്റ്, പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴമാണ്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റീനാണ്. അടുത്ത പോയിന്റ്, ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ആര്? ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം. അടുത്ത പോയിന്റ്, ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010 ശ്രദ്ധിക്കണം, ചോദ്യം വന്നിട്ടുണ്ട്. ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ചത് 2010 പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് 1992 പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1992 അടുത്തത്, കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. ഒന്നുകൂടെ നോക്കാം. ദേശീയ പൈതൃക ജീവി, ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് ആര്? ആന. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയെ ദേശീയ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ചത് 2010 പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് 1992 കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ആനയാണ്. അടുത്തത്, ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 2008 നവംബർ 4 2008 നവംബർ 4 ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് 2008 നവംബർ 4 അടുത്ത പോയിന്റ്, ദേശീയ ജലജീവി. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അടുത്ത പോയിന്റ്, 2009 ഒക്ടോബർ 5 ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചത്. 2009 ഒക്ടോബർ 5 ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചത്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക
ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരവും ഗുവാഹത്തിയാണ്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരവും ഏതാ തന്നെയാണ്? ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. അടുത്ത പോയിന്റ്, ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗമാണ് ഗംഗാ ഡോൾഫിൻ. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരവും ഏതാണ്? ഗുവാഹത്തിയാണ്. അടുത്ത പോയിന്റ്, ഔദ്യോഗിക ഭാഷ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ചതെന്നാണ്? 1949 സെപ്റ്റംബർ 14-നാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടന അംഗീകരിച്ചത്. അടുത്ത പോയിന്റ്, സെപ്റ്റംബർ 14-ആണ് നാഷണൽ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 14-ആണ് നാഷണൽ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയുടെ ഭരണഘടന അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14-ലാണ്. സെപ്റ്റംബർ 14 നാഷണൽ ഹിന്ദി ദിവസമാണ്. അടുത്ത പോയിന്റ്, ദേശീയ കായിക വിനോദം. ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. അടുത്ത പോയിന്റ്, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-ആണ്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-ആണ്. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അന്നാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ദേശീയ കായിക വിനോദം. ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29 ആരുടെ ബർത്ത്ഡേ ആണ്? ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അന്നാണ് ദേശീയ കായിക ദിനമാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിൻ്റെ കൂടെ നന്നായിട്ട് 1-2-3 തവണയൊക്കെ ഒരു നോർമൽ സ്പീഡിലും 1.5 സ്പീഡിലൊക്കെ ഇരുന്ന് കേട്ട് അങ്ങനെ ഇരുന്ന് നോട്ടൊക്കെ തയ്യാറാക്കി 2-3 തവണയൊക്കെ കേട്ടാൽ തന്നെ നമുക്കിത് തറവായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നീട് ഒരു തവണയും കൂടി പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാതെ ഒറ്റ തവണ തന്നെ പഠിച്ച് റിവിഷൻ ചെയ്ത് ഒറ്റയടിക്ക് തീർത്ത് പോവുക. ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ 10th പ്രിലിംസിന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു.